കോമള ഈ കാണുന്ന കിണറല്ലേ എന്റെ ഒരു 17-18 വയസ്സില് ഞാന് നമ്മുടെ സുഹൃത്ത് ദേവൻ, നമ്മുടെ പ്രഭ, പിന്നെ അസനാരിക്ക, ചെല്ലിപ്പറമ്പ് മോഹനേട്ടൻ മരണപ്പെട്ടു പോയി. ഞങ്ങൾ 4 പേരും കൂടിയിട്ട് കുഴിച്ച കിണറാണത്. അന്ന് എന്റെ വയസ്സ് 18 വയസ്സ്, 45 വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കുന്ന സമയം, 10ാം ക്ലാസ്സിൽ പഠിപ്പ് കഴിഞ്ഞ സമയമാണ്. ഈ കിണർ ഞങ്ങള് കൈക്കോട്ട് കൊണ്ട് കുഴിച്ച് എടുത്ത് ഒരു 9 പോലെ താഴ്ചയുണ്ട്, അടിയിലൊരു പാറയുണ്ട്. അന്ന് ആരാ ഇതിന്റെ ഉടമ അറിയോ? ധർമ്മപാലൻ ചേട്ടൻ പറയും, ധർമ്മപാലൻ ചേട്ടൻ കൊടുങ്ങല്ലൂർക്കാരൻ. അദ്ദേഹത്തിന്റെ മൂത്ത ചേട്ടൻ സോമേട്ടൻ കളത്തിന്റെ ഉടമ. കളൊക്കെ പോയി. പിന്നെ ശിവദാസേട്ടൻ. അന്ന് 2 രൂപയാണ് കൂലി. ഈ 2 രൂപ കൂലിക്ക് ഞാൻ ഇത് പണിയെടുത്ത ഒരാളാണ്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പഴയത് മറക്കാൻ പാടില്ല. അപ്പൊ പറ്റില്ല. നോക്ക്, ഇന്ന് നോക്കിക്കണ്ട, ഇപ്പൊ എന്റെ കണ്ണി കാണുമ്പോ ആ പഴയ ഓർമ്മ വരികയാണ്. ഈ വെള്ളം ഇന്നിപ്പോ കുടിക്കാൻ അർഹതപ്പെട്ട രീതിയിൽ അന്ന് കുഴിച്ചത് ഞങ്ങൾ 4 പേരാണ്. അന്ന് ഇതുപോലെ മോട്ടറും പമ്പൊന്നുമില്ല. കോട്ടെടുത്ത് വെട്ടണ ദിവസം വെട്ടി റൗണ്ടിനനുസരിച്ചിട്ട് ഇത് മൊത്തം 11 പോലെ ചുറ്റളവാണ്. ഈ ചെങ്കല്ല് കെട്ടിയത് നമ്മുടെ പോത്തുണ്ടിയിലെ ആളുടെ പേരെന്താണ്? നിങ്ങളോട് പണിയെടുത്തില്ലേ? നാച്ചിമുത്തുവണ്ണനാണ് ഇത് കെട്ടിയത്. അതിന്റെ കൂടി നമ്മൾ കൈകാളാണ്. എന്നിട്ട് ആ പൈസ 2 രൂപ കിട്ടിയ അതിന് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് വേണം അരി വാങ്ങിക്കാൻ. എന്നിട്ടാണ് നമ്മൾ ജീവിതം കഴിഞ്ഞത്. ആ ഒരു കിണറിന്റെ കാഴ്ചയാണ് പ്രേക്ഷകർ കാണിച്ചു കൊടുക്കുന്നത്. ഇതിന് നേര് മുൻപിലോ വേട്ടക്കരുമ, ഈ പാടത്തിന്റെ അകമ്പാടം പാടത്തിന്റെ കാവലാളാണ്. കാവല് ഇരിക്കുന്ന ആളിന്റെ താഴെ നടന്ന് ഇതൊക്കെ കൃഷി നടത്തിയവരെല്ലാം മരണപ്പെട്ടു പോയി. ഇന്നിപ്പോ മക്കൾ പേരമക്കളായി അവരൊക്കെ നോക്കുന്നുണ്ട്. എന്നിരുന്നാലും അവർക്ക് ആകുന്ന പോലെ വിളക്കും തിരിയും വെച്ച് വരുന്നുണ്ട്. ഇതാണ് കാവ്, വേട്ടക്കുരുമകൻ കാവ്. ഇവിടെ വിളക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ കിണർ കുഴിക്കുക. അങ്ങനെ കുത്തിയ കിണറാണത്. കണ്ടില്ലേ വെള്ളം? ഈ കിണർ കുഴിക്കുമ്പോഴേ ഇതുണ്ടാ? ഇത് ഈ ആൽമരവും ഈ വേട്ടക്കരുമ വന്നിട്ട് എത്ര വർഷം എനിക്കറിയില്ല. നമ്പൂതിരിമാരുടെ കാലത്തുള്ളതാണ്. അന്ന് നമ്പൂതിരിമാരാണ് ഈ കൃഷി നടന്നത്. പിന്നെ അതിനുശേഷം വഹാബ് സാഹിബ് എന്ന് പറഞ്ഞൊരു വഹാബ് റാവുത്തർ വന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. അതിന് മുൻപ് ആരൊക്കെ വന്നിട്ടുണ്ട്. അതായത് എന്റെ ജനനത്തിന് മുമ്പ് തന്നെ ഒരു തിരുമല ചെട്ടിയര, അങ്ങനെ പലവരും വന്നു പോയി എന്നാ പറയുന്നത്. അപ്പൊ എങ്ങനെയും അകമ്പാടം എന്ന ഈ സ്ഥലത്തിന് ഒരു 100-300 വർഷം പഴക്കമുണ്ടാവും. അന്ന് റോഡും വീടുകളൊന്നും അത്യാവശ്യമുള്ളൂ, കൂട്ടുവരകളൊന്നുമില്ല. അകമ്പാടം പറഞ്ഞ അകത്തുള്ളൊരു പാടം. മെയിൻ റോഡ് നെല്ലിയമ്പ റോഡിന്റെ സൈഡ് കാണുന്ന മൊത്തം ഒരു മണ്ണ് റോഡും ഇത് കാട്ടുപ്രദേശം കിടക്കുന്ന അകത്ത് കിടക്കുന്ന ഒരു പാടം, അതാണ് അകമ്പാടം. അപ്പൊ ആ കിണർ ഊത്തിയ കാഴ്ച, നമ്മൾ അധ്വാനപ്പെട്ടതിന്റെ അനുഭവം, അത് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുക അല്ലേ? ഈ പാടത്തൊക്കെ നീ പണിയെടുത്തല്ലോ ഒരു ഇതിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടി പങ്കുവെച്ചത് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഞങ്ങളെല്ലാം കൂടി ഇത് കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ ഈ മഴ സമയത്ത് വന്നാണ്. നിങ്ങൾ എല്ലാവരും കാണണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പലവരും പലതും മറക്കും, സ്വാമി മറക്കൂല. ആ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് പങ്കുവച്ചത്. അധ്വാനിയാണ്, കഷ്ടപ്പെട്ട ആളാണ്, ദാരിദ്ര്യം അനുഭവിച്ച ആളാണ്. ഞാനാണ് അധ്വാനപ്പെട്ടതിന്റെ രംഗം, ആ കാഴ്ച, ആ ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. ഞാനും എന്റെ ഭാര്യ സഹധർമ്മ ശ്രീമതി കോമളവും. നന്ദി, നമസ്കാരം. കാർത്തിക് ദേവ്.